പേടിക്കണ്ട, വഴക്ക് പറയാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ്. പറഞ്ഞോ? ഇല്ല, സാറ് പറയട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാം ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ്. തേങ്ങയുടെ വിലയിടിഞ്ഞു, അഖണ്ഡതയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല. വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശം കൊള്ളുന്ന വാർത്തകൾ നാം തേടിപ്പിടിക്കണം. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം. മനസ്സിലായോ? നോക്കൂ, ഇതത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല, പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം. മേഴ്സി കൊലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം 21-ാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു. അയാളുടെ ദയാഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും, നമ്മുടെ പത്രത്തിലും. 17 ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും, രവിവർമ്മയെ തൂക്കിക്കൊന്നു. നമുക്കത് മാത്രം പോരാ, രവിവർമ്മ ഇനി 17 ദിവസം കൂടെ ജീവിച്ചിരിക്കും. അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കണം. തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റ് 4 പ്രതികൾ കൂടെ അവിടെ ഉണ്ട്. അവരെയും കാണണം, അവരുടെ കഥയും എഴുതണം. പക്ഷേ രവിവർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻസ്. അയാളാണല്ലോ ഗ്ലാമറുടെ കൊലപാതകം ചെയ്തത്. സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി. എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം. അജിത്ത് ആയിരുന്നു ഇതിനൊക്കെ പറ്റിയ ആൾ. പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത്ത് പോയാലേ ശരിയാവുള്ളൂ. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ. യാത്രയ്ക്ക് താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. രവിവർമ്മയെ സൂക്ഷിക്കണം കേട്ടോ, ഭാര്യയെ കൊന്നവനാ. അയാളുടെ ഭാര്യ മെഴ്സി സുന്ദരിയായിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആയിരിക്കണമല്ലോ. മോഡലിങ്ങിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും സ്വല്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവണമല്ലോ. രവിവർമ്മ അത്ര മോശക്കാരനൊന്നും അല്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര മോശക്കാരനാണെങ്കിലും എന്താ, കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളുമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തിക്കൂടെ? അല്ല, ശശി പറ, മേഴ്സിക്ക് എന്തിന്റെ കുറവായിരുന്നു? രവിവർമ്മയ്ക്ക് പണമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു. നീയും മേഴ്സിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നിക്കാണില്ലേ? അജിത്തിനും മറ്റും. എന്തോ എനിക്കറിയില്ല. എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല സുമേ. പോകാതിരുന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ഛേ, നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റേടും ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ. നീ അയാളെയും കണ്ടിട്ടില്ല. പിന്നെന്താ? അതല്ല, അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന മേഴ്ചേച്ചിയുടെ മുഖം ഓർമ്മ വരും. എനിക്കെന്റെ നിയന്ത്രണം തെറ്റുമെന്ന പേടി. ഒന്നും സംഭവിക്കില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാ മതി. എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർഞ്ഞു പോകാതിരുന്നാൽ പത്രമാഫീസിൽ ആകെ സംശയം ഉണ്ടാകും. നിന്റെ പ്രൊഫഷനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പോകാം. അങ്ങോട്ട് പാർക്ക് ചെയ്തോളൂ. ശരി.
സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ? റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്കിത് ത്രില്ലാണ്. ഗുഡ്. ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? 6 മാസം. ഓഹോ, അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ? അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ. ഇവിടുത്തെ സെല്ലുകളെല്ലാം ഒഴിഞ്ഞെടുക്കുകയാണല്ലോ. ഏയ്, ഹൗസ്ഫുൾ. പകലെല്ലാം തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. നെയ്ത്ത്, പാറ പൊട്ടിക്കൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. തൊഴിൽ സമരങ്ങളില്ല, തുച്ഛമായ കൂലി. നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ. ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ? ഏയ്. ഓ, അതല്ലല്ലോ പ്രധാന കാര്യം. വരൂ. അതാണ് കണ്ടംപ്റ്റ് സെൽ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രം ഹൗസ്ഫുൾ അല്ല, ആകെ 5 പേരേ ഉള്ളൂ. ആ, ഇനി നമുക്ക് ഗാലോസ് കാണാം. ഉം. വരൂ. ഇതാണ് തൂക്കുമേട. ഇവിടെ തൂക്കുകയറ് കാണുന്നില്ലല്ലോ. സ്ഥിരമായി അങ്ങനെ ഒരു കയർ ഉണ്ടാവാറില്ല. തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ്. തൂക്കിക്കൊല്ലേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും. മുഖം കറുത്ത തുണി കൊണ്ട് മൂടും. എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും. കുരുക്ക് മുറുകി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്. അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് പോകും. ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ആരാച്ചാർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട്. ഈയിടയ്ക്കാണൊന്ന് പുതുക്കിയത്. പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല. ഈ വരുന്ന 21-ാം തീയതിയാണ് ഉദ്ഘാടനം. ഉദ്ഘാടകൻ ആരാണെന്നറിയാമോ? രവിവർമ്മ. ഇന്ന് തന്നെ 5 പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ആദ്യം രവിവർമ്മയെ തന്നെ ആവാം. എന്താ? ആ കണ്ടംപ്റ്റ് സെല്ലിൽ രവിവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരൊന്നും പറയണ്ട. യെസ് സർ. പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും. വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവുമൊക്കെ ആയിട്ടും ഇന്നേ വരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല. ഇപ്പൊ വന്നത് വീട്ടുകാരാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടി കൂടാതെ ഓടി വരും. ആ, വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യൂ. 10 മിനിറ്റുള്ളിലെത്തും. ആ, നിൽക്കൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. രവിവർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. പക്ഷെ അതൊരു ന്യൂസ് ആക്കരുത്. എന്ത് പറ്റി സർ? തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം. പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവര്. തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ നോക്കുമോ? ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. വാർഡന്മാർ പിടിച്ചു. ഇപ്പൊ സുഖമായി. 5-6 ദിവസം ചികിത്സയിലായിരുന്നു. ആ, അങ്ങോട്ട് പോയിക്കോളൂ.
ശശി, രവിവർമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കാണാൻ വന്നതാണോ? ആരാ? മനസ്സിലായില്ല. ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളാരും എനിക്കില്ല. മഹസിയുടെ ആരെങ്കിലും ആണോ? അല്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. പത്രക്കാരാണല്ലേ? എനിക്കൊന്നും പറയാനില്ല. നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത്? എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയൂ, എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയാൻ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം. അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊക്കെ മതി. കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ? ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു. ഇല്ല. പാവപ്പെട്ടവളായിരുന്നുവെങ്കിലും വിദ്യാസമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി. കേൾക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്ത കഥയിലെ നായികയാണ് മേഴ്സി. നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു. നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും വർമ്മ അഡ്വർടൈസ്മെന്റ് കമ്പനി ഉടമയുമായ രവിവർമ്മ ആദ്യമായി കണ്ടുമുട്ടുന്നത്.